നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുറത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊന്നും ഇല്ല കൂടെ, നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ വേറെ എവിടേക്കല്ല, നമ്മുടെ മറ്റം ബേക്കറിയിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബേക്കറിയിൽ കയറിയപ്പോൾ ഞാൻ മറ്റേ പീനട്ട് ബട്ടർ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള പീനട്ട് ബട്ടറാണ്. അപ്പം ന്യൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിനെ പറ്റിക്കാമല്ലോ, പറ്റിക്കാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ എന്താ അവന് നമ്മുടെ സ്വീറ്റ് മിക്സർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു. ലഡ്ഡും ജിലേബിയൊന്നും വാങ്ങിയില്ലായിട്ട് വെറുതെ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ എന്താ ഞാൻ വാങ്ങിയത്, നമ്മുടെ ആക്റ്റീവ് പോപ്കോൺ വാങ്ങി. പിന്നെ നമ്മൾ ബ്രെഡും വാങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പനീർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പനീർ എടുത്തു കേട്ടോ. പനീർ കറി നമ്മുടെ ആദ്യക്കും ഇഷ്ടമാണ്, ഉണ്ണിമോൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ അൽഫാമും പൊറോട്ടയും വാങ്ങി. അത് വാങ്ങാനായിട്ട് മെയിനായിട്ട് പോയത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ കണ്ടപ്പെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രീംസിലോട്ട് പോയിട്ട് ഞാൻ ഉണ്ണിക്ക് വള വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നാളെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ അത് വളയും പൊട്ടും അതുപോലെ നമ്മുടെ കുഞ്ഞോൾക്ക് മൈലാഞ്ചി വാങ്ങിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കാനൊന്നും നേരം കിട്ടിയില്ലേ, ഇനി ഒരു ദിവസം പോകണം. അപ്പോൾ തൻ്റെ ഡ്രീംസ് മറ്റത്തിലെ. അപ്പോൾ നിങ്ങൾ അത് വാങ്ങി പോന്നു. വീട്ടിലെത്തിയപ്പോഴത്തെ ക്രഷൻ നമ്മുടെ പൊറോട്ടയുടെയും അൽഫാമിൻ്റെയും പാക്കറ്റും കൊണ്ട് ഓടുന്നതാണ് കേട്ടോ കാണുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ കുഞ്ഞോളുടെ വീട്ടിലാണ് എല്ലാവരും കൂടി തന്ന്. അപ്പോൾ പൊറോട്ടയും ചിക്കനും, അതായത് നമ്മുടെ അൽഫാമും മയനീസും എല്ലാം കൂട്ടി എല്ലാവരും കഴിക്കാനിടയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള തലോട്ടായിരുന്നു കേട്ടോ, അവിടെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ബിരിയാണിയും അതുപോലെ തന്നെ ചോറും മീൻകറിയും ചിക്കൻ കറിയും നമ്മുടെ പൊറോട്ടയും അൽഫാമും എല്ലാതും കൂടി ഒരു പിടിപിടിച്ച് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഥകൾ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് എല്ലാവരെയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. കണ്ണൻ മൈനസ് മാത്രം കഴിച്ചിരിക്കണം. അപ്പോൾ മുഴുവൻ കഴിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റാൽ മതി എന്ന് പറയായിരുന്നു കേട്ടോ അവനോട്. അപ്പോൾ അവനൊക്കെ അത് കഴിച്ച് കഴിഞ്ഞ് പോയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് കുറേ കഥകൾ വരുള്ളൂ പറയാനായിട്ട്. അപ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ആയത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ എണീറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദിശ്രീ വന്നിട്ട് സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഡ്രോൺ പോലെയൊക്കെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് എനിക്ക് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു കേട്ടോ. അപ്പോൾ വെസൽസൊക്കെ കഴുകി കഴിഞ്ഞ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ വർത്തമാനം പറയാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അമൃതോട് പറയുമായിരുന്നേ നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യമുണ്ട്. പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വല്യമ്മയുടെ വീട്ടിലത്തെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് ആദ്യം എക്സാം ആയ കാരണം അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഭയങ്കര സങ്കടമായിട്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ കല്യാണത്തിന് ഞാനും ഉണ്ണി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്